Hi friends, welcome to Bosco Campus Vision. I am Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottiyam. Today we are going to discuss the topic dividend decisions, the different types of dividends, dividend policies and factors determining dividend policy. In our first introduction lecture, we have discussed about the financial decisions taken by a financial manager, which are investment decisions, financing decisions and dividend decisions. Investment decision and financing decision നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ലെക്ചേഴ്സിൽ. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഡൻഡ് ഡിസിഷനെ കുറിച്ചാണ്. എന്താണ് ഒരു ഡിവിഡൻഡ്, എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ് ആൻഡ് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിവിഡൻഡ് പോളിസീസ്. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. At first, let us discuss about what is a dividend and what is a dividend decision. The term dividend refers to that part of profit of a company which is distributed by it among its shareholders. അപ്പോൾ ഒരു കമ്പനിക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് അവരുടെ ഷെയർ ഹോൾഡേഴ്സിലേക്ക് വീതിച്ചു കൊടുക്കുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുക. കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പോർഷനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന പേരിൽ അറിയപ്പെടുക. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആയിരിക്കുന്ന ഒരു ഇൻവെസ്റ്ററിന് അവർക്ക് കിട്ടുന്ന റിട്ടേൺ, അവർ ഇൻവെസ്റ്റ് ചെയ്ത മണിക്ക് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നുള്ളൊരു വിഹിതമാണ് ഡിവിഡൻഡ് എന്ന പേരിൽ അറിയപ്പെടുക. If so, what is a dividend decision? The dividend decision are concerned with the quantity of profit to be distributed among shareholders. ഒരു കമ്പനിക്ക് നിശ്ചിതമായൊരു പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആ പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനം ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്ര ശതമാനം റീറ്റെയിൻ ചെയ്യണം, കമ്പനിയുടെ ഫർദർ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി എത്ര ശതമാനം റീറ്റെയിൻ ചെയ്യണം, എത്ര ശതമാനം പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈ ഒരു തീരുമാനത്തിനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് പോളിസി എന്ന പേരിൽ അറിയപ്പെടുക. കമ്പനിയുടെ എത്ര ശതമാനം പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, എത്ര ശതമാനം റീറ്റെയിൻ ചെയ്യണം, ഈ ഒരു തീരുമാനം ഫിനാൻഷ്യൽ മാനേജർ എടുക്കുന്നതിനാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. Next, let us discuss about the different types of dividends. First type is cash dividends. As the name suggests, it is a type of dividend in which dividend is paid in the form of cash. ഡിവിഡൻഡ് ക്യാഷിൻ്റെ രൂപത്തിൽ, അതായത് ലിക്വിഡ് ക്യാഷ് ആയിട്ട് തന്നെ ഡിവിഡൻഡിനെ നൽകുന്നതിനാണ് നമ്മൾ ക്യാഷ് ഡിവിഡൻഡ് എന്ന പേരിൽ അറിയപ്പെടുക. ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ വിഹിതം ക്യാഷ് രൂപത്തിൽ തന്നെ, ലിക്വിഡ് ക്യാഷ് ആയിട്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുക. The second type of dividend is scrip or bond dividend. It is a type of dividend which promises to pay dividend to shareholders at a future date. നമ്മൾ നിലവിൽ ഡിവിഡൻഡ് കൊടുക്കുന്നത് ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ കമ്പനിയുടെ കയ്യിൽ അവൈലബിൾ അല്ലാത്തപ്പോൾ കമ്പനി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിവിഡൻഡാണ് ബോണ്ട് ഡിവിഡൻഡ്. ഒരു ലിക്വിഡ് ക്യാഷ് ഇപ്പോൾ നിലവിൽ കൊടുക്കാനില്ലാത്തപ്പോൾ ഒരു ഫ്യൂച്ചർ ഡേറ്റിലേക്ക് ഈ ഒരു ക്യാഷ് പേയ്മെൻറ്റിനെ ഫോർവേഡ് ചെയ്യാൻ അല്ലെങ്കിൽ പോസ്റ്റ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിവിഡൻഡാണ് ബോണ്ട് ഡിവിഡൻഡ്. അപ്പോൾ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാനില്ലാത്തപ്പോൾ അതിനൊരു ഫ്യൂച്ചർ ഡേറ്റിലേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡിവിഡൻഡിനെയാണ് നമ്മൾ ബോണ്ട് ഡിവിഡൻഡ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് dividend എന്ന പേരിൽ അറിയപ്പെടുക. The third type of dividend is property dividend. It is a form of dividend in which dividends are paid in the form of some assets other than cash. അപ്പോൾ ഡിവിഡൻഡ് ക്യാഷിൻ്റെ രൂപത്തിലല്ലാതെ ഏതെങ്കിലും ഒരു അസറ്റ് നൽകുന്ന രീതിയിലേക്ക് ഡിവിഡൻഡ് മാറുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുക. കമ്പനിക്ക് ലാഭം ഉണ്ടാകുമ്പോൾ ആ ലാഭം ഒരു ക്യാഷ് ആയിട്ട് കൊടുക്കാതെ പകരം കമ്പനിയുടെ ഏതെങ്കിലും അസറ്റ് ഷെയർ ഹോൾഡറിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്ന് പറയുക. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി ഡിവിഡൻഡ് യൂസ് വളരെ റെയർ ആയിട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ എക്സെപ്ഷണൽ കേസസിൽ മാത്രമേ നമ്മൾ പ്രോപ്പർട്ടി ഡിവിഡൻഡ് എന്നൊരു ടൈപ്പ് യൂസ് ചെയ്യാറുള്ളൂ. കൂടുതലും ക്യാഷ് ഡിവിഡൻസും സ്ക്രിപ്റ്റ് ഡിവിഡൻസും ഒക്കെയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് കാണാറ്. And the fourth type is stock dividend. It is a type of dividend paid in the form of shares of the company through bonus shares. അപ്പോൾ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ക്യാഷ് ആയിട്ട് പേ ചെയ്യാതെ അഡീഷണൽ ഷെയർസ്, കമ്പനിയുടെ നിലവിലെ ഷെയർ ഹോൾഡർ ആയിട്ട് നിൽക്കുന്ന ഇൻവെസ്റ്ററിനെ അഡീഷണൽ ആയിട്ട് ബോണസ് ഷെയർസ് നൽകിക്കൊണ്ട് ഡിവിഡൻഡ് എന്ന രീതിയിൽ ബോണസ് ഷെയർസ് നൽകുന്നതിനാണ് നമ്മൾ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന് പറയുക. കമ്പനിക്ക് ഡിവിഡൻഡ് പേ ചെയ്യുന്നത് ഷെയർസ്, കമ്പനിയുടെ ഷെയർ ബോണസ് ഷെയർ ആയിട്ട് നൽകുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റോക്ക് ഡിവിഡൻഡ് എന്ന രീതിയിൽ അറിയപ്പെടുക. So there are 4 different types of dividends: cash dividend, scrip or bond dividend, property dividend and stock dividend. Next,
let us take a look at the different types of dividend policies. At first, regular dividend policy. Dividend which is paid at usual rate regularly is known as regular dividend policy. അപ്പോൾ ഒരു യൂഷ്വൽ റേറ്റ് റെഗുലർ ആയിട്ട് കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റെഗുലർ ഡിവിഡൻഡ് പോളിസി, അതായത് കൃത്യമായിട്ടൊരു യൂഷ്വൽ റേറ്റിൽ എല്ലാ മാസവും അല്ലെങ്കിൽ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ കമ്പനി ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, കമ്പനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട് എത്ര നഷ്ടമാണ് എന്ന് നോക്കാതെ ഒരു യൂഷ്വൽ റേറ്റിൽ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ കമ്പനി ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് റെഗുലർ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുക. ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു റെഗുലർ ഇൻകം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിൽ റെഗുലർ ഡിവിഡൻഡ് പോളിസി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ലാഭകരം. കാരണം അവർക്ക് ഒരു ലൈവ്ലിഹുഡായിട്ട് മാസാമാസം ഒരു കൃത്യമായ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ റെഗുലർ ഡിവിഡൻഡ് പോളിസി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ യൂസ്ഫുൾ. The second type of dividend policy is stable dividend policy. It is a type of dividend policy in which minimum amount of dividend is paid regularly. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു മിനിമം റേറ്റ് ഡിവിഡൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുക. കമ്പനിക്ക് എത്ര ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും നമുക്കൊരു മിനിമം റേറ്റ് റെഗുലർലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുക. ഇത്തരത്തിൽ സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി 3 ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുണ്ട്. കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ pays a certain fixed dividend per share year after year irrespective of their level of earnings. എല്ലാ വർഷവും ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് പെർ ഷെയർ, ഒരു ഷെയറിന് ഇത്ര ശതമാനം ഡിവിഡൻഡ് എന്ന രീതിയിൽ എല്ലാ വർഷവും പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയാം. സെക്കൻഡ് വൺ ഇസ് കോൺസ്റ്റൻറ്റ് പേ ഔട്ട് റേഷ്യോ, പേയ്മെൻറ്റ് ഓഫ് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ഏർണിങ്സ് ആസ് ഡിവിഡൻഡ് എവറി ഇയർ. കമ്പനിക്ക് എത്ര ഏർണിങ്സ് ഉണ്ടാവുന്നോ അതിൻ്റെ ഇത്ര ശതമാനം ഫിക്സ്ഡ് ആയിട്ടൊരു പെർസെൻറ്റേജ്. ഇപ്പോൾ കമ്പനിക്ക് ഒരു വർഷം 10 ലക്ഷവും മറ്റൊരു വർഷം രണ്ടാമത്തെ വർഷം 20 ലക്ഷം ഉണ്ടായാലും എല്ലാ വർഷവും എത്ര ഏർണിങ്സ് ഉണ്ടാകുന്നോ അതിൻ്റെ 10% എന്ന രീതിയിൽ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയാം. ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഏർണിങ്സിൻ്റെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഡിവിഡൻഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് കോൺസ്റ്റൻറ്റ് പേ ഔട്ട് റേഷ്യോ എന്ന പേരിൽ അറിയപ്പെടുക. And the third one, stable rupee dividend plus extra dividend. The firm usually pays constant low dividend per share every year plus an extra dividend in the year of high profits. കമ്പനി എല്ലാ വർഷവും ഒരു ലോ റേറ്റ് ഓഫ് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും വർഷം കമ്പനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഈ ലോ റേറ്റിൻ്റെ കൂടെ അഡീഷണൽ ഒരു പ്ലസ് ആയിട്ട് എക്സ്ട്രാ ഡിവിഡൻഡ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ സ്റ്റേബിൾ റുപ്പി ഡിവിഡൻഡ് പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ് എന്ന് പറയാം. സ്റ്റേബിളായിട്ട് നമുക്കൊരു മിനിമം ലോ റേറ്റ് ഡിവിഡൻഡ് എല്ലാ വർഷവും കിട്ടും. അറ്റ് ദ സെയിം ടൈം ഹൈ പ്രോഫിറ്റ് ഉള്ള വർഷത്തിൽ അതിൻ്റേതായ ഒരു ബെനിഫിറ്റും കൂടെ ആഡ് ഓൺ ചെയ്ത് കിട്ടുന്നതിനാണ് സ്റ്റേബിൾ റുപ്പി ഡിവിഡൻഡ് പ്ലസ് എക്സ്ട്രാ ഡിവിഡൻഡ് എന്ന പേരിൽ അറിയപ്പെടുക. The third type of dividend policy is irregular dividend policy. This is followed by companies whose earnings are uncertain. സ്ഥിരമായിട്ട് ഒരു വരുമാനം ഇല്ലാത്ത കമ്പനി, എല്ലാ വർഷവും അവർക്ക് ഒരു ഉറപ്പില്ല, എല്ലാം ഇത്ര കൃത്യമായിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് ഉറപ്പില്ലാത്ത അൺസർട്ടൺ ആയിട്ടുള്ള കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇർറെഗുലർ ഡിവിഡൻഡ്. കാരണം ഇർറെഗുലർ എന്ന് പറയാൻ റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് കിട്ടണം എന്നില്ല. ഇറഗുലർ ടൈംസിലായിരിക്കും എല്ലാ വർഷവും ഡിവിഡൻഡ് കിട്ടണമെന്നില്ല. അത്തരത്തിലുള്ള ഡിവിഡൻഡ് പോളിസീസിനെയാണ് നമ്മൾ ഇറഗുലർ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുക. ഏർണിങ്സിനെ കുറിച്ച് അൺസർട്ടൺ ആയിട്ടുള്ള കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവിഡൻഡ് പോളിസിയാണ് ഇറഗുലർ ഡിവിഡൻഡ് പോളിസി. The fourth type is no dividend policy. Company pay no dividend presently because of its unfavorable working conditions or future financial requirements. നിലവിലെ വർക്കിംഗ് കണ്ടീഷൻസ് മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വലിയ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ടോ അവർ നിലവിൽ എന്ത് കൊടുക്കുന്നില്ല, ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. അത്തരത്തിലുള്ള പോളിസീസിനെയാണ് നോ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുക. കമ്പനിയുടെ നിലവിലെ വർക്കിംഗ് കണ്ടീഷൻസ് മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ ഫോർ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പോഴേ അതിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് നോ ഡിവിഡൻഡ് പോളിസി എന്ന് പറയുക. The above said 4 different types of dividend policies can be commonly classified into 2 different dividend policies: conservative dividend policy and liberal dividend policy. Conservative dividend policy is a type of dividend policy which companies keep a major part of
earnings retained in the business for reinvestment, the management distributes only a few portion of the profit as dividend to shareholders. Company അവരുടെ ഏർണിങ്സിൻ്റെ ഒരു മേജർ പോർഷൻ റീഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി റീറ്റെയിൻ ചെയ്യുകയും അതിൻ്റെ ഒരു സ്മോൾ പോർഷൻ മാത്രം ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള പോളിസീസിനെയാണ് നമ്മൾ കൺസർവേറ്റീവ് ഡിവിഡൻഡ് പോളിസി എന്ന് പറയാം. Companies following liberal dividend policy will declare high rate of dividend to shareholders and only a small amount of earnings is retained in the business for reinvestment. Liberal dividend policy follow ചെയ്യുന്ന കമ്പനീസ് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുകയും റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് വളരെ കുറച്ച് മാത്രം റീഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി റീറ്റെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ലിബറൽ ഡിവിഡൻഡ് പോളിസി എന്ന പേരിൽ അറിയപ്പെടുക. So as we have seen, there are different types of dividend policies. So it is not easy for a financial manager to select among the different types of dividend policies. So he has to consider different factors to determine which dividend policy he has to select which is suitable for his company. സോ ഒരു ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസി ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മാനേജർ ഒരുപാട് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിവിഡൻഡ് പോളിസി. ദ ഫസ്റ്റ് ഫാക്ടർ ടു ബി കൺസിഡേർഡ് ഈസ് ലീഗൽ പ്രൊവിഷൻസ്. ദ ലീഗൽ പ്രൊവിഷൻസ് ആർ വെരി സിഗ്നിഫിക്കൻറ്റ് as they are laid down in various provisions of the Companies Act 2013. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ മാനേജർ ഡിവിഡൻഡ് പോളിസി ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പേ ആസ് പെർ കമ്പനീസ് ആക്ട് 2013 പറയുന്നതനുസരിച്ച് ഏത് ടൈപ്പ് ഓഫ് ഡിവിഡൻഡ് പോളിസിയാണ് താങ്കൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഫസ്റ്റ് കൺസിഡർ ചെയ്യുക. അതനുസരിച്ച് മാത്രമേ ഒരു ഡിവിഡൻഡ് പോളിസി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പനിയുടെ ലീഗൽ പ്രൊവിഷൻസ് അനുസരിച്ച് ഏത് രീതിയിൽ നമുക്ക് ഡിവിഡൻഡ് പോളിസി സെലക്ട് ചെയ്യാമെന്നുള്ളത് കമ്പനീസ് ആക്ട് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക. The second factor is nature of earning. The amount and trend of earnings are important aspects of dividend policy. നമ്മളൊരു കമ്പനിക്ക് ഡിവിഡൻഡ് പോളിസി ഡിസൈഡ് ചെയ്യുമ്പോൾ എന്തനുസരിച്ചായിരിക്കണം അത്? നമ്മുടെ ഏർണിങ്സ്, നമ്മുടെ വരുമാനത്തിനനുസരിച്ചായിരിക്കണം. നമുക്കൊരു സ്റ്റേബിൾ വരുമാനമുള്ള കമ്പനിയാണെങ്കിൽ നമുക്ക് ഒരു റെഗുലർ ഡിവിഡൻഡ് പോളിസി കൊടുക്കാം. നമ്മുടെ ഏർണിങ്സിനെ കുറിച്ച് അൺസർട്ടൺ ആണെങ്കിൽ നമുക്ക് ഇറഗുലർ ആയിട്ട് മാത്രമേ ഡിവിഡൻഡ് പോളിസി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സെക്കൻഡ് ഫാക്ടറായിട്ട് നമുക്ക് പറയുന്നത് നേച്ചർ ഓഫ് ഏർണിങ്സ് ആണ്. ഏത് രീതിയിലാണ് കമ്പനിക്ക് ഏർണിങ്സ് വരുന്നത് അതനുസരിച്ച് മാത്രമേ നമുക്ക് ഡിവിഡൻഡ് പോളിസി ഏത് വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഫാക്ടർ ടു ബി കൺസിഡേർഡ് ഈസ് നേച്ചർ ഓഫ് ഇൻഡസ്ട്രി. അപ്പോൾ നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നുള്ളത് ഡിവിഡൻഡ് പോളിസി കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം ഒരു സ്റ്റഡി ഡിമാൻഡ് ഉള്ള ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏർണിങ്സും സ്റ്റേബിൾ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇൻഡസ്ട്രി ഒട്ടും സ്റ്റേബിൾ അല്ല, എപ്പോഴെങ്കിലും കൂടിയും താഴ്ന്നു നിൽക്കാവുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ നമുക്ക് ഏർണിങ്സും അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിവിഡൻഡ് പോളിസി ഡിസൈഡ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഏത് നേച്ചർ ഓഫ് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളത്. Next factor to be considered is age of the company. A newly established concern has to limit the present dividend payments, while older companies can afford to pay ലിബറൽ ഡിവിഡൻഡ് പോളിസീസ്. അടുത്ത ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കമ്പനിയുടെ ഏജ് ആണ്. അതായത് ഒരു പുതിയ കമ്പനിയാണെങ്കിൽ ഒരിക്കലും ആദ്യത്തെ വർഷം തന്നെ നല്ല രീതിയിലുള്ള ഡിവിഡൻഡ് പോളിസി അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ മേജർ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏർണിങ്സിനെ അവർക്ക് ഫർദർ എക്സ്പാൻഷന് വേണ്ടി മാറ്റി വെച്ചാൽ മാത്രമേ ഫർദർ അവർക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഓൾഡർ കമ്പനീസ് ആണ്, ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ലിബറലായിട്ട് നല്ല രീതിയിൽ ഡിവിഡൻഡ് പോളിസീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. The next factor is desire and type of shareholders. A company may have different types of investors. Wealthy investors, at the same time investors who consider investment and investment return as livelihood. So while considering a dividend policy, the desire and type of shareholders should also be considered. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റർ ആണ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടാവുന്നതെന്ന് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം നമ്മുടെ ഇൻവെസ്റ്റർ ഒരു റെഗുലർ ഇൻകം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഡിവിഡൻഡ് പോളിസിയും അത്തരത്തിലുള്ളതായിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഒരു വെൽത്തി ഇൻവെസ്റ്റർ ആണ് നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നതെങ്കിൽ അവർക്ക് എന്തായിരിക്കില്ല താല്പര്യം, അവർക്കൊരു റെഗുലർ ഇൻകം ആയിരിക്കില്ല. അറ്റ് ദ സെയിം ടൈം ഒരു yield to maturity, ഒരു കുറേ ലോങ് ടേമിന് ശേഷം നല്ലൊരു മെച്യൂരിറ്റി ഇൻകം ഉണ്ടാകുക എന്നുള്ളതായിരിക്കും അവരുടെ മോട്ടീവ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്ററിൻ്റെ ഡിസയർ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം ഒരു ഡിവിഡൻഡ് പോളിസി ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പേ. The next factor is future financial requirements. The company should not only think about the present factors but also consider the future financial requirements. നമ്മുടെ ഭാവിയിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള
ഫിനാൻഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് ആവശ്യമുള്ള പൈസ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ നിലവിലെ ഡിവിഡൻഡ് പോളിസി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എത്രത്തോളം റീറ്റെയിൻഡ് ഏർണിങ്സ് എത്ര റീറ്റെയിൻ ചെയ്യണം എന്നെല്ലാം ഇപ്പോഴേ ഡിസൈഡ് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു എക്സ്പെൻസിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ആക്ടിവിറ്റീസിനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു ഡിവിഡൻഡ് പോളിസി ഡിസൈഡ് ചെയ്യാനായിട്ട്. Next, economic policy of the government. The dividend policy of the firm has to adjust according to the changing economic policies of the government. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് പോളിസീസ് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് പോളിസീസ് അതിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് വേണം നമ്മുടെ ഡിവിഡൻഡ് പോളിസി ഡിസൈഡ് ചെയ്യാൻ. അതിനനുസരിച്ച് മാറാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. അപ്പോൾ ഒരു ഡിവിഡൻഡ് പോളിസി ഡിസൈഡ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഫാക്ടറാണ് എക്കണോമിക് പോളിസീസ് ഓഫ് ദി ഗവൺമെൻറ്. The next factor is control objectives. When a company pays high dividend out of the earnings, it may result in the dilution of both control and earnings of the existing shareholders. ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി ഡിസൈഡ് ചെയ്യുമ്പോൾ അവരുടെ കമ്പനിയുടെ കൺട്രോൾ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എന്താ നമ്മുടെ ഡിവിഡൻസ് കിട്ടുന്ന പ്രോഫിറ്റ് മൊത്തം നമ്മൾ ഡിവിഡൻഡായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഫർദർ ഫ്യൂച്ചറിൽ നമുക്കൊരു ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് വരുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഷെയർസിന് ഇഷ്യൂ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ കൺട്രോളിംഗ് പവർ ഡൈല്യൂട്ടഡ് ആവും. അപ്പോൾ ഇത്തരത്തിൽ കൺട്രോളിംഗ് പവർ ഡൈല്യൂട്ട് ചെയ്യാത്ത വിധത്തിലായിരിക്കണം നിലവിലെ നമ്മുടെ ഡിവിഡൻഡ് പോളിസി ഡിസൈഡ് ചെയ്യാൻ. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ കൺട്രോളിംഗ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. Another important factor is taxation policy. A high or low rate of taxation affects the net earnings of the company. Hence, taxation policy affects the dividend policy of an organization. നമ്മുടെ കമ്പനിയുടെ ഏർണിങ്സിനെ പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷൻ പോളിസി. ഹൈ റേറ്റ് ഓഫ് ടാക്സ് ആണെങ്കിലും ലോ റേറ്റ് ഓഫ് ടാക്സ് ആണെങ്കിലും അത് നമ്മുടെ ഏർണിങ്സിനെ ബാധിക്കുന്നതാണ്. ഏർണിങ്സിനെ ബാധിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവിഡൻഡ് പോളിസിനെയും എന്ത് ബാധിക്കും? ടാക്സേഷൻ പോളിസീസ് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ് ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷൻ പോളിസീസ്. ആൻഡ് ഫൈനലി ദ ജനറൽ സ്റ്റേറ്റ് ഓഫ് ദ എക്കണോമി. When political and economic conditions of an economy is uncertain, the firm may maintain a low dividend policy to withstand the business risk. അതായത് നമ്മുടെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് വ്യക്തമല്ല അല്ലെങ്കിൽ അൺസർട്ടൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ലോ ഡിവിഡൻഡ് കുറച്ച് ഡിവിഡൻഡ് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് റീറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയുന്നത്. കാരണം എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്ന പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിന് ആവശ്യമുള്ള ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ general state of the economy is also a very important factor to be considered while deciding the dividend policy. So these are the 10 different types of factors to be considered while determining a dividend policies. Legal provisions, nature of earnings, nature of industry, age of the company, desire and type of shareholders, future financial requirements, economic policy of the government, control objectives, taxation policy and general state of the economy. So in this lecture we have discussed about dividend decisions, the different types of dividends, the different types of dividend policies and the factors to be considered while determining a dividend policy. Hope you have understood everything. Thank you for listening and subscribe to our channel for more online classes. Bosco Campus Vision.